അന്വേഷണം മുറുകുമ്പോൾ പെടുന്നത് UDF നേതാക്കളാണ്. മാത്യു കുഴൽനാടനെ പോലുള്ള എല്ലാ കേസുകളും ഏറ്റുപിടിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളും ബാങ്ക് ട്രാൻസാക്ഷന്റെ വിവരങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നു എന്നത് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇവിടെ മാത്യു കുഴൽനാടന്റെ വിഷയത്തിൽ അവിടെയും വളരെ ബുദ്ധിപൂർവ്വം കളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അനന്തകൃഷ്ണന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയല്ല കുഴൽനാടൻ പൈസ വാങ്ങിയിരിക്കുന്നത്, പകരം അത് നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. അവിടെ വളരെ ബുദ്ധിപൂർവ്വമായുള്ള കളിയാണ് അങ്ങനെയാണെങ്കിൽ നടന്നിരിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇയാൾ പറഞ്ഞത് 7.5 ലക്ഷം രൂപ കൊടുത്തു, ഞാൻ വിഡ്ഢിയല്ലല്ലോ, അതിനുള്ള സംവിധാനങ്ങളും തെളിവുകളും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് മാത്യു കുഴൽനാടൻ്റെ കാര്യത്തിൽ ഇയാൾ പറഞ്ഞത്. മാത്യു കുഴൽനാടന് പണം കൊടുക്കാൻ ഇയാൾ തയ്യാറായിരുന്നു, ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനും തയ്യാറായിരുന്നു. മാത്യു കുഴൽനാടനെ വിളിച്ചപ്പം ബാങ്ക് അക്കൗണ്ടിലേക്കൊന്നും വേണ്ട, എനിക്ക് പണം തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് ഇയാളുടെ മൊഴി. അങ്ങനെ പണമായിട്ട് കൊടുത്തു. പക്ഷേ ആ കൊടുത്തതിനൊക്കെ എവിഡൻസ് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തോട് ഇയാൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ചില ഫോൺ സംഭാഷണങ്ങളുണ്ട്, ചില ദൃശ്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം വസ്തുതാപരമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും, അല്ലെങ്കിൽ കോടതിയിൽ തെളിവായിട്ടെത്തും. ഏതായാലും മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഞാൻ 7 പൈസ പോലും അയാളിൽ നിന്ന് പൈസയായിട്ട് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, 7 പൈസ പോലും അയാൾ വാങ്ങിയതിന് തെളിവില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പണമായിട്ടാണ് കൊടുത്തത്, ക്യാഷ് ട്രാൻസാക്ഷന് ബാങ്ക് എവിഡൻസുകളോ രേഖകളോ തെളിവായിട്ടില്ല, പക്ഷേ മറ്റ് ചില തെളിവുകൾ ഈ കൊടുത്ത പണത്തിലെല്ലാം ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ വിഡ്ഢിയല്ലല്ലോ എന്നാണ് അന്വേഷണ സംഘത്തോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ഈ മാത്യു കുഴൽനാടൻ മേടിച്ച് 7.5 ലക്ഷം മേടിച്ച് പോക്കറ്റിലിട്ട് 7 ലക്ഷത്തിൻ്റെയും തെളിവ് അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അയാൾ അന്വേഷണ സംഘത്തിന് കൈമാറും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വഴിക്ക് പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ പെട്ടു നിൽക്കുകയാണ് സാർ. ഇവിടെ ഇനിയിപ്പോൾ ഇതൊരു പ്രതി പറഞ്ഞ വാദമാണ്, ആ രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാം, അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഉന്നയിച്ചിരിക്കുന്ന വാദം തെറ്റാണെങ്കിൽ 1 മിനിറ്റ് പോലും ശേഷിക്കാതെ ഈ പ്രതിക്കെതിരെ നിയമ നടപടിക്ക് പോകേണ്ടതല്ലേ മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒരാൾ? വാദിക്കാൻ മറ്റൊരു അഭിഭാഷകന്റെയും ആവശ്യമില്ല, സ്വന്തമായ അഭിഭാഷകനാണല്ലോ, വലിയ വക്കീലാഫീസൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ ആ ഒരു ഒറ്റ മിനിറ്റ് പോലും ശേഷിക്കാതെ നിയമ നടപടിക്ക് പോകേണ്ടതല്ലേ? എന്തുകൊണ്ട് പോകുന്നില്ല? ഈ ആരോപണ വിധേയരായി നിൽക്കുന്ന ആരും പോകുന്നില്ലല്ലോ. മനു, അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇയാൾക്കിതൊന്ന് വിശദീകരിക്കാമായിരുന്നല്ലോ. കാരണം ലോകത്ത് നടക്കുന്ന ഏത് സംഭവത്തെക്കുറിച്ചും വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആളാണ് മാത്യു കുഴൽനാടൻ. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ട് ഇതുവരെ അദ്ദേഹം അത് പ്രതികരിച്ചിട്ടില്ല. ആദ്യത്തെ ആക്ഷേപം ഇയാൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. നമ്മളൊക്കെ സംപ്രേഷണം ചെയ്ത ഒരു വീട്ടമ്മയുടെ 1-2 വീട്ടമ്മമാരുടെ ബൈറ്റുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാത്യു കുഴൽനാടൻ ഞങ്ങളുടെ MLA ആയിരുന്നു, MLA ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വന്ന് ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എന്തിനു അവിശ്വസിക്കണമെന്നാണ് വീട്ടമ്മ ചോദിച്ചത്. അപ്പോൾ അപ്പോഴെങ്കിലും അയാൾക്കത് പ്രതികരിക്കാമായിരുന്നു. ഒന്നുകിൽ താൻ കബളിപ്പിക്കപ്പെട്ടു, ഒരു ചടങ്ങിന് പോയി, ഇങ്ങനൊരു തട്ടിപ്പാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നെങ്കിലും വിശദീകരിക്കാമായിരുന്നു. പക്ഷെ പലപ്പോഴും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം മറുപടി പറയാൻ പോലും തയ്യാറായില്ല, ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല. ഒരു ചെറിയ തിരുത്ത് സാലി ശ്രദ്ധിക്കാതെ പോയതാണ്, ഞാനും അത് ശ്രദ്ധിച്ചില്ല. അതാ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നിയമസഭയിൽ വാർത്താ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് മാത്യു കുഴൽനാടൻ്റെ. അതങ്ങനെ നിൽക്കട്ടെ, ഈ വാർത്താ സമ്മേളനം ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? ഈ ആരോപണം വ്യാജമാണെന്ന് കുഴൽനാടൻ ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് നിയമ നടപടി സ്വീകരിക്കണമെന്നേ. എന്താണ് മുന്നോട്ട് പോകാത്തത്? ഇന്നലെ ഇയാളൊരു ആരോപണം CV വർഗീസിനെതിരെ ഉന്നയിച്ചു. ആ മിനിറ്റിൽ CPIഎമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലേ, തെറ്റായ ആരോപണമാണ്, ഞാൻ നിയമ നടപടി സ്വീകരിക്കും, ഇത് CPIഎമ്മിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലേ? എന്തുകൊണ്ട് അതേ നിലപാട് ഇവിടെ ഇവർ സ്വീകരിക്കുന്നില്ല? CPIഎമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ഇയാൾ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ മറുപടി CPIഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വ്യക്തമായി പറയുകയും മാധ്യമങ്ങളോട് തന്നെ അത് പറയുകയും അതിൻ്റെ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് സൂചന നൽകുകയും ചെയ്തു. ഈ സാഹചര്യം മാത്യു കുഴൽനാടനും മനു സൂചിപ്പിച്ചതുപോലെ ബാധകമാണ്. കാരണം അയാൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം, തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാം, അങ്ങനെ പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം, ഒരു വാചകം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലേക്ക് അദ്ദേഹം കടക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ചോദ്യം വരും. ഇദ്ദേഹം സ്വാഭാവികമായും വിശദീകരിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, 1 രൂപ ഞാൻ വാങ്ങിയതിന് തെളിവ് ഹാജരാക്കുകയാണെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കാശായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് അനന്തകൃഷ്ണൻ പറയുന്നു. താൻ പൈസ കൊടുത്തത് ലിക്വിഡ് മണിയായിട്ടാണ്, ബാങ്ക് ട്രാൻസാക്ഷനേ അല്ല
അതുകൊണ്ട് തെളിവില്ല എന്ന് ഉറച്ച ആത്മവിശ്വാസം മാത്യു കുഴൽനാടനുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്വേഷണ സംഘത്തോട് ഈ അനന്തകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്, ഞാൻ ഇതിനെല്ലാം തെളിവ് സംഘടിപ്പിച്ച് വെച്ചിട്ട് തന്നെയാണ് കൊടുത്തത് എന്ന വിവരം. ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കൈവശം ഉണ്ടെന്നാണ് ഇയാളുടെ അവകാശവാദം. അത് ശരിയാണെങ്കിൽ അത് മാത്യു കുഴൽനാടനെ പെടുത്തുന്നൊരു അവകാശവാദമാണ്. കാരണം ഈ നൂലാമാല ഒഴിവാക്കാൻ വേണ്ടിയാണ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒഴിവാക്കിയത്, വേണ്ടെന്ന് വെച്ചത് നേരിട്ട് ലൊക്കം പണമായിട്ട് വാങ്ങിയത്. പക്ഷേ അതിനും തെളിവ് ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുരുക്കുന്ന തെളിവ് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഒരു പ്രതി പറഞ്ഞ വാദത്തിന് ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അയാൾ ഒരു തട്ടിപ്പുകാരനുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ പ്രതി. പക്ഷേ അയാൾ പറഞ്ഞ പേരുകൾ ഈ പേരുകളൊക്കെയാണ്, അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അല്ല, അതിന് തെളിവുണ്ടെന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ സാലി പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്നത്. അതല്ല നമ്മളായിട്ട് ഒരാളെയും കരിവാരിത്തേക്കാനോ ഒരാൾക്കെതിരെയും ആരോപണം ഉന്നയിക്കാനോ രംഗത്തിറങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഇല്ല. ഈ ഡീൻ കുര്യാക്കോസിൻ്റെ 45 ലക്ഷത്തിൻ്റെ വിവരം നമ്മളൊരു 4 ദിവസം മുമ്പ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞതാണ്. പക്ഷെ നമ്മളന്നത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം അയാൾ അതുവരെ പോലീസിന് ആ വിവരം മൊഴി കൊടുത്തിരുന്നില്ല. പോലീസിനോട് കൊടുത്ത മൊഴിയിൽ ഔദ്യോഗികമായി പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ ഡീൻ കുര്യാക്കോസിൻ്റെ പേരുൾപ്പെടെ ഇന്നലെ വന്നിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും പേരുണ്ട്. അപ്പം നമ്മൾ മുൻപറിഞ്ഞ പല പേരുകളും അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആ പ്രതിയാണത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൽ വളരെ കൗതുകകരമായ രസകരമായ മറുപടിയാണ് കേട്ടോ മാത്യു കുഴൽനാടൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസകരമാണ്. അതായത് മാത്യു കുഴൽനാടൻ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ നിയമസഭയിലെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പോലീസിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, പോലീസ് പറയുന്നത് അത്തരത്തിലൊരു മൊഴി ഇല്ല എന്നാണ്. ഇതൊരു ചാനൽ കൊണ്ടുവന്ന വാർത്തയാണ്. ആ ചാനൽ അവതാരകൻ പത്രപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പോയി ചോദിക്കുമ്പോൾ ഒരു വലിയ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു മൊഴിയുണ്ടോ ഇല്ലയോ എന്ന് മാത്യു കുഴൽനാടനോട് സ്ഥിരീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിൻ്റെ സാഹചര്യമൊന്നുമില്ല. വളരെ രസകരമാണ് മറുപടി. അല്ല, അത് ആ ലോജിക്കൊന്നും നിലനിൽക്കുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു പ്രതിക്കെതിരെ ഒരാൾ ഒരു മൊഴി കിട്ടുന്നു, ആ പ്രതിക്ക് അയാൾക്കെതിരെ ആരോപണ വിധേയനെതിരെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് കിട്ടിയെങ്കിൽ ആരോപണ വിധേയം വിളിച്ച് എനിക്കെതിരെ മൊഴി ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമോ? അതൊന്നും ആ വിശദീകരണത്തിലൊന്നും തൃപ്തികരമല്ല. അയാൾ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് വെല്ലുവിളിക്കാൻ തയ്യാറുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ അഴകുഴമ്പൻ വിശദീകരണത്തിൽ ഒരു കാര്യവും ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. ഒന്നുകിൽ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ പ്രതിക്കെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കും എന്നയാൾ നേരിട്ട് പറയണം മാത്യു കുഴൽനാടൻ. അതാണ് പ്രശ്നം. അത് ഇതുവരെ പറയുന്നില്ല എന്നുള്ളതാണ് വിഷയം. കാരണം ആശങ്കയുണ്ടാകും സ്വാഭാവികമായും. പണം പലർക്കും കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ അടിവരയിടേണ്ട ഒരു കാര്യം, അനന്തകൃഷ്ണൻ ഒരു കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതെല്ലാം സംസാരിക്കുന്നത്. എങ്കിലും ആരോപണം തന്നെയാണ്. അത് ഗൗരവമുള്ള ആരോപണമാണ്. അതിന് തർക്കമൊന്നുമില്ല. ശരി സാലി, തുടരുക.